നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ അടുത്ത സീസണിലേക്കും ബ്ലാസ്റ്റേഴ്സിന് ലൈസൻസ് ഇല്ല. കാര്യം ഒഫീഷ്യലായിട്ട് AFF അറിയിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ എക്സംഷൻ നേടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സീസണിലും അത് തന്നെ പരിപാടി എന്നർത്ഥം. 2025-26 സീസണിലേക്കുള്ള പ്രീമിയർ 1 ലൈസൻസിൻ്റെ അപേക്ഷകളുടെ റിസൾട്ടാണ് ഇന്നലെ AFF പ്രസിദ്ധീകരിച്ചത്. അതിൽ അവർ പറയുന്നത് 15 ക്ലബ്ബുകളിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കമ്മിറ്റി അതെല്ലാം റിവ്യൂ ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് ഇതാണ്. ലൈസൻസ് ഗ്രാൻഡഡ് വിത്തൗട്ട് സാങ്ഷൻസ്. ഒരു സാങ്ഷനും ഇല്ലാതെ ലൈസൻസ് കിട്ടിയിരിക്കുന്നത് പഞ്ചാബ് FC മാത്രമാണ്. ലൈസൻസ് ഗ്രാൻഡഡ് വിത്ത് സാങ്ഷൻസ്, അതായത് ചെറിയ മൈനർ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, എന്നാലും അവർക്ക് ലൈസൻസ് കൊടുക്കുകയാണ്. മൈനർ നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് B ക്രൈറ്റീരിയ എന്നുള്ളത് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ലൈസൻസ് കൊടുത്തിട്ടുള്ള ക്ലബ്ബുകൾ മുംബൈ സിറ്റി FC, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, ബംഗളൂരു FC, ജംഷഡ്പൂർ FC ഗോവ, ചെന്നൈയിൻ FC, ഈസ്റ്റ് ബംഗാൾ FC ഈ ക്ലബ്ബുകൾക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അതേസമയം ലൈസൻസ് റിജക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല, ഹൈദരാബാദ് FCക്ക് ലൈസൻസ് റിജക്റ്റ് ചെയ്തിരിക്കുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ലൈസൻസ് റിജക്റ്റ് ചെയ്തിരിക്കുന്നു, ഒഡീഷ FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ്, ചർച്ചിൽ ബ്രദേഴ്സ്, ഈ ക്ലബ്ബുകൾക്കും ഇന്റർ കാശിക്കും ഇപ്പോൾ ലൈസൻസ് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ ദീസ് ക്ലബ് ഹാവ് നോട്ട് ബീൻ ഗ്രാൻഡഡ് ദി ലൈസൻസ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ഫെയിലിയേഴ്സ് അക്രോസ് A and B ക്രൈറ്റീരിയ. ഇതിന് മുന്നിൽ വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയയിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫെയിലിയേഴ്സ് വന്നതുകൊണ്ടാണ് ഈ ക്ലബ്ബുകൾക്ക് ലൈസൻസ് കൊടുക്കാത്തത് എന്ന് വളരെ കൃത്യമായിട്ട് AFF അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത ക്ലബ്ബുകൾക്ക് വേണമെങ്കിൽ അപ്പീൽ കൊടുക്കാം, ഈ ഡിസിഷനെതിരെ അപ്പീൽ കൊടുക്കാം. അതല്ലെങ്കിൽ എക്സംഷനോടുകൂടി നാഷണൽ ക്ലബ്ബ് കോമ്പറ്റീഷനുകളിൽ ISLലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സംഷന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണയും അത് തന്നെ സംഭവിക്കും എന്നർത്ഥം. എന്തായാലും പ്രീമിയർ 1 ലൈസൻസ് ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിട്ടില്ല. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ആരാധകരെ കാര്യങ്ങൾ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് ചില കാരണങ്ങൾ കൊണ്ട്, അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലല്ലാത്ത, ബ്ലാസ്റ്റേഴ്സിൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത ചില കാരണങ്ങൾ കൊണ്ട് ക്ലബ് ലൈസൻസ് കിട്ടിയില്ല എന്നാണ്. ഡ്യൂ ടു സെർട്ടൈൻ കംപ്ലൈൻസ് റിക്വയർമെൻറ്റ്സ് which are regrettably beyond the club's control, KBFC has not been granted clearance under the club licensing process for the 2025-26 season. So അതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലല്ലാത്ത ചില കാരണങ്ങളുമുണ്ട്, അവരുടെ കൺട്രോളില്ലാത്ത ചില കാരണങ്ങളുമുണ്ട്. ഇത്തവണ ക്ലബ് ലൈസൻസിങ് പ്രോസസ്സിൽ ബ്ലാസ്റ്റേഴ്സിന് ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ റിലവൻ്റ് അതോറിറ്റീസുമായിട്ട് ആക്റ്റീവ് ഡിസ്കഷനിലാണ്. അതുപോലെ തന്നെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും ക്ലോസ്ലി വർക്ക് ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്നുകൂടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.